അമേരിക്കൻ സൈന്യം ഇന്ത്യക്ക് സമീപത്തുള്ള ഒരു പവിഴ ദ്വീപ് പിടിച്ചെടുക്കാനായി വരുന്നു. ഈ വാർത്ത കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് ആദ്യം തന്നെ ഒരു ഞെട്ടലുണ്ടാവും. അപ്പോൾ ഇന്ത്യക്ക് സമീപത്ത് ഏത് പവിഴ ദ്വീപാണ് അമേരിക്ക ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്? അതായത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷേഖ് ഹസീനയ്ക്ക് സ്വന്തം സ്ഥാനം നഷ്ടപ്പെടാനിടയാക്കിയ ഒരു ഐലൻഡ്, അതാണ് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ്. ഈ ദ്വീപുമായി ഉണ്ടായ വിവാദമാണ് ഷേഖ് ഹസീനയ്ക്ക് സ്വന്തം രാജ്യം നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ തന്നെ അത് വ്യക്തമായി പറയുന്നത്. ഇപ്പോൾ ഷേഖ് ഹസീന ഇന്ത്യയിലിരുന്ന് പറയുകയാണ്, ഈ ദ്വീപ് മുഹമ്മദ് യൂനിസ് സർക്കാർ അമേരിക്കയ്ക്ക് വിറ്റിരിക്കുന്നു. അതായത് ബംഗ്ലാദേശിൻ്റെ താല്പര്യങ്ങളെല്ലാം ഹനിച്ചുകൊണ്ട് ചില നീക്കങ്ങൾ യൂനിസ് നടത്തുന്നു. ഇന്ത്യയിലിരുന്ന് ഷേഖ് ഹസീന അത് പറയണമെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അറിവോടെ അനുമതിയോടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെയൊക്കെ പിന്തുണയോടെ ആയിരിക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യ ഔദ്യോഗികമായി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സെൻറ്റ് മാർട്ടിൻ ഐലൻഡിൻ്റെ സമീപത്തായിട്ട് അമേരിക്കൻ ആർമിയും ബംഗ്ലാദേശ് ആർമിയും തമ്മിൽ ഒരു സംയുക്ത സൈനിക അഭ്യാസ പ്രകടനം നടത്താൻ പോകുന്നു. അതായത് ഇത്തരത്തിലൊരു സൈനിക അഭ്യാസം എന്ന് പറയുന്നത് എക്സസൈസ് ടൈഗർ ലൈറ്റ്നിങ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിലുള്ള എക്സസൈസ് ഒക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിശീലന പരിപാടി നടത്തുക എന്ന് പറഞ്ഞാൽ ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിലുള്ള പരിപാലന സന്നദ്ധത വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ സായുധ സേനകൾ തമ്മിലുള്ള പരസ്പര സഹവർത്തിത്വം, സഹകരണം ഇതൊക്കെ കൂട്ടുക. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ജൂൺ 25-ന് സെൻറ്റ് മാർട്ടിൻ ഐലൻഡിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ സെൻറ്റ് മാർട്ടിൻ ഐലൻഡിനെ കുറിച്ച് നമ്മൾ അറിയണം. അതായത് ബംഗാൾ ഉൾക്കടലിൻ്റെ വടക്കിഴക്കൻ ഭാഗത്തായിട്ട് ഏതാണ്ട് 3 ചതുരശ്ര കിലോമീറ്ററായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ഭൂപ്രദേശം. ഇതിന് ബംഗാൾ ഉൾക്കടലിൽ നിർണായകമായ സ്വാധീനമുണ്ട്. സ്വാഭാവികമായും ഷേഖ് ഹസീന ഭരണത്തിലിരുന്നപ്പോൾ ഇന്ത്യയുമായി ആലോചിച്ച് മാത്രമേ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുമായിരുന്നുള്ളൂ. അമേരിക്കയ്ക്ക്, പ്രത്യേകിച്ച് ജോ ബൈഡൻ ഭരണകൂടത്തിന് ഈ ഐലൻഡിൽ വലിയ കണ്ണുണ്ടായിരുന്നു. അങ്ങനെ ഷേഖ് ഹസീനയോട് അത് ചോദിച്ചു. പക്ഷേ അവർ അത് കൊടുക്കാൻ തയ്യാറായില്ല. പിന്നീട് നടന്നത് ചരിത്രമാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുന്നു, അതുപോലെ ബഹുജനങ്ങൾ കലാപവുമായി റോഡിലേക്ക് ഇറങ്ങുന്നു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒടുവിൽ ഷേഖ് ഹസീന ആർമിയുടെ സഹായത്തോടു കൂടി രാജ്യം വിട്ട് ഓടിപ്പോകുന്നു. ഇന്ത്യ അഭയം നൽകുന്നു. അപ്പോൾ ഇതിനെല്ലാം കാരണമായത് ഈ സെൻറ്റ് മാർട്ടിൻ ഐലൻഡാണ്. അപ്പോൾ ചെറിയ കാര്യമൊന്നുമല്ല ഈ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം ചൈന ഇവിടെ ഒരു അന്തർവാഹിനിക്ക് ഒരു പോർട്ട് എന്ന രീതിയിലുള്ള ചില സഹായങ്ങളൊക്കെ ബംഗ്ലാദേശിന് നൽകിയിരിക്കുന്നു. അപ്പോൾ ചൈനയ്ക്ക് അവിടെ നോട്ടമുണ്ട്. ഇന്ത്യയുമായിട്ട് കാലങ്ങളായിട്ട് ബംഗ്ലാദേശിന് ബന്ധമുള്ളതുകൊണ്ട് ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അവിടേക്ക് അമേരിക്കയ്ക്ക് കടന്നു വരണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതായത് മ്യാൻമർ, ഇന്ത്യ, ചൈന, മലാക്ക കടലിടുക്ക് എന്നിങ്ങനെയുള്ള എല്ലാ മേഖലകളുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിന് ഏറ്റവും അനുകൂലമാണ് ഈ സമുദ്രപാത. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. കൂടാതെ മുഹമ്മദ് യൂനിസ് സർക്കാരിന് കൃത്യമായ വാണിംഗ് ഇപ്പോൾ അവിടുത്തെ ബംഗ്ലാദേശിൻ്റെ സൈനിക മേധാവി നൽകി. അതായത് വാക്കറുസ്സമാൻ പറഞ്ഞു, ഡിസംബർ അവസാനത്തോടെ ഇലക്ഷൻ നടത്തി പൂർത്തിയാക്കണം. ജനുവരിയിൽ പുതിയ ഭരണകൂടം ബംഗ്ലാദേശ് ഭരിക്കാനായി എത്തണം. ഇപ്പോഴുള്ളത് ഒരു താൽക്കാലിക ഗവൺമെൻറ്റാണ്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾക്ക് മാത്രമേ ബംഗ്ലാദേശിൻ്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയൂ. കൃത്യമായൊരു വാണി. 7-8 മാസമായിട്ട് ഞങ്ങൾ ഇതൊക്കെ സഹിക്കുന്നുണ്ട്. അപ്പോൾ ധാക്കയിലെ ഒരു കണ്ടോൺമെൻറ്റിൽ ഈ ആർമി ഉദ്യോഗസ്ഥരുടെ മീറ്റിങ്ങിലാണ് ഈ വാക്കറുസ്സമാൻ ഇക്കാര്യം പറഞ്ഞത്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള കലാപമോ എന്തെങ്കിലും തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളോ നിലവിൽ ഈ യൂണിറ്റ് സർക്കാരിൻ്റെ നേതൃത്വത്തിലോ ജമാഅത്ത് ലീഗിൻ്റെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രക്ഷോഭമോ ഒക്കെ പൊട്ടിപ്പുറപ്പെട്ടാൽ ബംഗ്ലാദേശ് ആർമി ബാരക്കിലിരിക്കില്ല. അവർ ഇനി പുറത്തായിരിക്കും. പുതിയ ഭരണകൂടം വന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ തിരിച്ചു പോകൂ. അപ്പോൾ വാക്കറുസ്സമാൻ നൽകുന്നത് കൃത്യമായൊരു വാണിംഗാണ്. വേണമെങ്കിൽ കലാപാഹ്വാനം നൽകിയതിൻ്റെ പേരിൽ മുഹമ്മദ് യൂനിസിനെ പിടിച്ച് ജയിലിലിടാനും ഇവർക്ക് സാധിക്കും. ഒരു പട്ടാള അട്ടിമറി. പക്ഷേ ബംഗ്ലാദേശിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. മാത്രമല്ല രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ബാധിക്കുന്ന ഒരു പ്രവർത്തനത്തിലും പട്ടാളം ഇടപെടില്ല എന്നും വാക്കറുസ്സമാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം, ഈ ഷേഖ് ഹസീന ഒരു ബന്ധു കൂടിയാണ് വാക്കറുസ്സമാൻ. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് കുറച്ച് നല്ല ബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ടെന്ന് വെച്ചു. അപ്പോൾ ഈ മുഹമ്മദ് യൂനിസിന് തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടെ നീട്ടിക്കൊണ്ടു പോയിട്ട് കുറച്ച് കാലം ഞാൻ ഭരണത്തിലിരിക്കണം, എന്നെ ചിലർ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു, അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. പക്ഷേ ഈ സൈനിക മേധാവിയുടെ നിലപാട് പുറത്തു വന്നതോടുകൂടി വാക്കറുസ്സമാൻ ശക്തമായ നിലപാടെടുക്കുന്നത് ഏതാണ്ട് ലോകത്തിന് തന്നെ ബോധ്യപ്പെട്ടു.
അപ്പോൾ മുഹമ്മദ് യൂനിസ് പറഞ്ഞത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ താൽക്കാലിക പദവിയിൽ ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഈ പദവി ഇട്ട് ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇയാളെ പിന്തുണച്ചില്ല. അപ്പോൾ ആ തന്ത്രം പൊളിഞ്ഞതോടുകൂടി വീണ്ടും മുഹമ്മദ് യൂനിസ് കടിച്ചു തൂക്കാനുള്ളൊക്കെ നീക്കം നടത്തുന്നു. ഇതിനിടയിലാണ് ബീഗം ഖാലിദാസിയുടെ പാർട്ടി, അതായത് BNP വീണ്ടും അവിടേക്ക് ഇലക്ഷൻ എത്രയും പെട്ടെന്ന് നടത്തണം ആ ഒരു ആഗ്രഹം അവർ പ്രകടിപ്പിക്കുന്നു. എന്നാൽ അവിടുത്തെ വിദ്യാർത്ഥികൾ പറയുന്നത് കുറച്ചുകൂടെ നീട്ടിയിട്ട് ഇലക്ഷൻ മതി, കാരണം അവരൊരു സംഘടനയൊക്കെ രൂപീകരിച്ചതേ ഉള്ളൂ, ബംഗ്ലാദേശ് മനസ്സിൽ ഇടം പിടിക്കണം. എന്നാൽ അവാമി ലീഗിനെ അവിടെ നിരോധിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഷേഖ് ഹസീന വരാതിരിക്കാനുള്ള തന്ത്രങ്ങളും ഈ മുഹമ്മദ് യൂനിസ് സർക്കാർ അവിടെ അവലംബിച്ചിട്ടുണ്ട്. ഇവിടേക്കാണ് അമേരിക്ക ഇപ്പോൾ ഈ എക്സസൈസ് ടൈഗർ ലൈറ്റ്നിങ് എന്ന പേരിൽ ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിനായിട്ട് അവിടേക്ക് വരുന്നത്. അപ്പോൾ ജൂൺ 25 തുടങ്ങിയാൽ ഏതാണ്ട് 2 ആഴ്ചയോളമൊക്കെ ഇത് നീണ്ടു നിൽക്കാം. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സഹകരണം ഇത് തൊട്ട് മുമ്പ് വർഷവും നടന്നിരുന്നു. ഏപ്രിൽ 21 മുതൽ മെയ് ആദ്യ വാരം വരെ നടന്ന ഇതിൽ അന്ന് വാക്കറുസമാൻ സൈനിക മേധാവി എന്ന നിലയിൽ പങ്കെടുത്തു. അന്ന് പറഞ്ഞു, ഞങ്ങളുമായിട്ട് വലിയ രീതിയിലുള്ള സൈനിക സഹകരണം നടത്തുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികളാകെ മാറിയിരിക്കുകയാണ്. അതായത് ഈ സെൻറ്റ് മാർട്ടിൻ ദ്വീപിൻ്റെ ഒരു ചരിത്രം കൂടെ നമ്മൾ നോക്കണം. അതായത് കോക്ബസർ ടെക്നാഫ് ഉപദ്വീപിന് സമീപത്ത് അതിൻ്റെ തെക്കേ അറ്റത്ത് ഏതാണ്ട് 9 കിലോമീറ്ററോളം അകലെയാണ് ഈ 8000-ഓളം ജനസംഖ്യയുള്ള ഈ പൗഴപ്പുറ്റ് അല്ലെങ്കിൽ ഈ ദ്വീപ് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ ടെക്നാഫ് ഉപദ്വീപ് വെള്ളത്തിൽ മുങ്ങുകയും പിന്നീട് കുറേ കാലം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് ഈ ദ്വീപിൻ്റെ ഭാഗം ഒക്കെ ഉയർന്നു വന്നു. അങ്ങനെയാണ് അതൊരു ദ്വീപായിട്ട് മാറുന്നത്. അവിടേക്ക് ആദ്യം എത്തുന്നത് അറബ് കച്ചവടക്കാരാണ്. അങ്ങനെ അറേബ്യൻസ് അവിടെ എത്തുമ്പോൾ ഈ സ്ഥലത്തെ ജാസറ എന്ന പേരിട്ട് വിളിച്ചു. പിന്നീട് ബ്രിട്ടീഷിൻ്റെ കോളനി വൽക്കരണ കാലത്ത്, അതായത് ബ്രിട്ടീഷ് എല്ലായിടത്തും ആധിപത്യം സ്ഥാപിച്ച സ്ഥലത്ത് ഈ ദ്വീപിന് അവർ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് എന്ന് പേരിട്ടു. ഒന്നുകിൽ ഒരു ക്രൈസ്തവ പുരോഹിതൻ്റെ പേരാകാം, അതല്ല ചിറ്റഗോങ്ങിലെ ഡെപ്യൂട്ടി കമാൻഡറുടെ പേരാണെന്നൊക്കെ പറയപ്പെടുന്നു. എന്തായാലും അങ്ങനെ വരുന്നു. പിന്നീട് ഈ ബ്രിട്ടീഷ് ലാൻഡ് സർവേ ടീം ഇതിനെ ഈ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നു. 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് ഇത് കിഴക്കൻ പാകിസ്ഥാൻ്റെ ഭാഗമായി മാറി. പിന്നീട് ബംഗ്ലാദേശ് വിഭജിച്ച് വന്നപ്പോഴാണ് ഇത് ബംഗ്ലാദേശിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയതും. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ടും ചൈനയുമായിട്ടും മ്യാൻമറുമായിട്ടുമൊക്കെ ഈ വ്യാപാര ബന്ധം നടത്താൻ കഴിയുന്ന ഒരു പ്രധാന സമുദ്രപാതയുടെ അടുത്താണിത്. നമുക്കറിയാം ലോകത്തെ ഏറ്റവും അധികം തിരക്കുള്ള സമുദ്രപാതകളിലൊന്നാണ് ഈ മലാക്ക കടലിടുക്ക്. ഇതിൻ്റെ തൊട്ടടുത്ത് ഈ ദ്വീപ് നിൽക്കുമ്പോൾ അവിടെ ഒരു സൈനിക താവളം സ്ഥാപിക്കണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. കൂടുതൽ സാധ്യത ഇന്ത്യക്കായിരുന്നു. അതിനെ അട്ടിമറിക്കാൻ ബീജിങ്ങിൻ്റെ ചില ഇടപെടലുകൾ നേരത്തെ നടത്തി. അപ്പോൾ ഈ 3 രാജ്യങ്ങളും ഇവിടെ ശ്രദ്ധ പതിപ്പിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എക്സസൈസ് ടൈഗർ ലൈറ്റിംഗ് എന്ന് പറയുന്ന സംയുക്ത സൈനിക അഭ്യാസ പരിപാടിക്ക് ഏറെ നിർണായകമായ സ്വാധീനമുണ്ട്. കാരണം ഷേഖ് ഹസീന ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, മുഹമ്മദ് യൂനിസ് സെൻറ്റ് മാർട്ടിൻ ഐലൻഡിനെ അമേരിക്കയ്ക്ക് വിറ്റു. അപ്പം ജോ ബൈഡൻ്റെ നിലപാടുമായിട്ട് ട്രംപ് ഭരണകൂടം മാറി മാറി അടുത്തേക്ക് വരുന്നുണ്ട്. ഒപ്പം അവിടുത്തെ സൈന്യത്തെ അവിടെ ഒരു മോക്ക് ഡ്രില്ല് പോലെയുള്ള പരിപാടിക്കായിട്ട് അയക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഈ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് എന്ന് പറയുന്നതും ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ വരെ അട്ടിമറിക്കാൻ കഴിവുള്ള ദ്വീപായി ലോക ശ്രദ്ധ ആകർഷിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടം സ്ഥാനമുറപ്പിച്ചാൽ ഈ ബംഗാൾ ഉൾക്കടലിലെ മുഴുവൻ നിയന്ത്രണവും വേണമെങ്കിൽ ആ രാജ്യത്തിന് പിടിച്ചെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ശരിക്കും ഈ ചിറ്റഗോങ് എന്ന് പറയുന്ന മേഖലയിൽ വലിയ സംഘർഷമൊക്കെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ചക്മ എന്ന് പറയുന്ന ഗോത്ര വിഭാഗം വലിയ സംഘർഷമുണ്ടാക്കുന്നു. അവർ കലാപത്തിനിറങ്ങുന്നു. ഞങ്ങൾക്ക് സ്വയംഭരണാവകാശം വേണം. അത്തരത്തിലൊരു കലാപവുമായിട്ട് ഈ ചക്മ വിഭാഗം ഇറങ്ങുകയാണെങ്കിൽ അതിർത്തിയിലുള്ള മിസോറാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, ആസാം, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ ചക്മ വിഭാഗത്തിൽ 2 ലക്ഷത്തോളം ആളുകളുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഒരു പിന്തുണ അവർക്ക് കിട്ടുമെന്നും കരുതുന്നുണ്ട്. മാത്രമല്ല ഈ ചിറ്റഗോങ്ങിൻ്റെ അതിർത്തി ഒന്ന് നോക്കണം. അരക്കൻ ആർമിയുടെ കൈവശമുള്ള ഒരു ഭൂവിഭാഗമുണ്ട്. അതായത് ആ സ്ഥലം ഇതിൻ്റെ ബോർഡറാണ്. അതുപോലെ തന്നെ മിസോറാം അതിൻ്റെ ഒരു ബോർഡറാണ്. ഇപ്പുറത്തേക്ക് മാറിയാൽ ബംഗാൾ ഉൾക്കടൽ ബോർഡറാണ്. ഇത്തരത്തിൽ ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു കയറാം. അതുകൊണ്ടാണ് അമേരിക്കൻ ആർമി ഇപ്പോൾ ഈ പറയുന്ന സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് ലക്ഷ്യം വെച്ച് ചില നീക്കങ്ങൾ നടത്തുന്നത്. ഒപ്പം UN മുന്നോട്ടൊരു ആശയം വെച്ചിരുന്നു. അതായത് മ്യാൻമറിലെ ഈ രോഹിംഗ്യൻ മുസ്ലിങ്ങളുണ്ട്. ഈ രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് സഹായമൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടനാഴി, ഒരു ഹ്യൂമൻ കോറിഡോർ നിർമ്മിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ഇടനാഴി നിർമ്മിച്ചാൽ അതുവഴി മ്യാൻമാറിലെ ഈ ദേശവിരുദ്ധ ശക്തികൾക്ക് ആയുധം കടത്താൻ പറ്റും. ബംഗ്ലാദേശിലെ തീവ്രവാദ നിലപാടുള്ള
ഭീകരവാദ നിലപാടുള്ള ആളുകൾക്ക് മയക്കുമരുന്ന് നടത്താൻ പറ്റും. ഇത്തരത്തിൽ ഇന്ത്യക്കും ബംഗ്ലാദേശിനും അത് ദോഷകരമാകും. അതുകൊണ്ട് വാക്കറുസ്സാമാൻ പറഞ്ഞു, ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനത്തിനും ഇപ്പോൾ ബംഗ്ലാദേശിൽ അനുമതി നൽകില്ല. മാത്രമല്ല മറ്റ് രാജ്യങ്ങൾക്ക് ഇവിടെ നിക്ഷേപം നടത്താനോ കടന്നു കയറാനോ ഉള്ള അനുമതി നൽകുന്നില്ല. എന്തായാലും ഇവിടെ ഇലക്ഷൻ നടക്കട്ടെ, ഇലക്ഷൻ നടന്ന് പുതിയ ഭരണകൂടം വരട്ടെ, അതിനുശേഷം തീരുമാനിക്കാം. അങ്ങനെ ഇലക്ഷൻ വന്നാൽ ഒരുപക്ഷെ അമേരിക്കയുടെ പിടി നഷ്ടപ്പെടുമെന്ന് അവർ ഭയപ്പെടുന്നു. ചൈനയ്ക്ക് പിന്നെ അങ്ങോട്ടേക്ക് കടന്നു കയറാൻ കഴിയില്ലെന്ന് അവരും ആശങ്കപ്പെടുന്നു. ഇവിടെ ഷേഖ് ഹസീനയ്ക്ക് സംരക്ഷണം നൽകുന്ന ഇന്ത്യ ഗവൺമെൻറ്, അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി എന്ത് നിലപാടെടുക്കും എന്നത് നിർണായകമാണ്. കാരണം പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ആയുധങ്ങളുടെ ശക്തി, ഇന്ത്യൻ വ്യോമ പ്രതിരോധങ്ങളുടെ ഒരു പവർ, ഇതൊക്കെ തന്നെ ലോകം കണ്ട അത്തരത്തിലുള്ള ഒരു നിലപാടുമായിട്ട് ഇന്ത്യൻ സൈന്യം രംഗത്തേക്ക് ഇറങ്ങിയാൽ അമേരിക്ക ഗൂഢലക്ഷ്യത്തോടെയാണ് ഈ സെൻറ്റ് മാർട്ടിൻ ഐലൻഡിലേക്ക് വരുന്നത്, ഈ പൗരദ്വീപ് പിടിച്ചെടുക്കാൻ ശ്രമിക്കാനുള്ള നീക്കം നടത്തുന്നതെങ്കിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. കാരണം ഇന്ത്യൻ സൈന്യം, ഇന്ത്യൻ സേന എന്ന് പറയുന്നത് എത്രത്തോളം ശക്തമാണെന്ന് ഈ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിലൂടെ ലോകം കണ്ടതാണ്. അങ്ങനെയുള്ള ഇന്ത്യയെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് അമേരിക്കയ്ക്കും അത്ര നല്ലതായിരിക്കില്ല. എന്തായാലും പവിഴദ്വീപ് പിടിക്കാനാണ് ഈ പറയുന്ന എക്സസൈസ് ടൈഗർ ലൈറ്റ്നിങ് എന്ന് പറയുന്ന സംയുക്ത പരിശീലന പരിപാടിയുമായിട്ട് രംഗത്ത് വരുന്നതെങ്കിൽ കൃത്യമായ വിവരങ്ങൾ ഈ വാക്കറുസ്സമാനിലൂടെ ഇന്ത്യയിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശ് ആർമിയും ഇന്ത്യൻ ആർമിയും കൂടെ വലിയൊരു ചെറുത്തുനിൽപ്പ് നടത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെയാണെങ്കിൽ US പിന്തിരിഞ്ഞ് നാണം കെട്ടൊക്കെ പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ പവിഴദ്വീപ് പിടിക്കാനുള്ള ലക്ഷ്യവുമായിട്ടാണോ വരുന്നത് എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ഇവരുടെ നീക്കങ്ങൾ അല്ലെങ്കിൽ ചർച്ചകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകും. എന്തായാലും ബംഗ്ലാദേശ് വീണ്ടും സംഘർഷഭരിതമാകുന്നു എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.